നമസ്തേ കേരളത്തിൽ ഇനി അതിഥി. സംവിധായകൻ ജയരാജ് അണിയിച്ചൊരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ക്യാമൽ സഫാരിയുടെ നായിക പങ്കജ മേനോനാണ് ഇന്ന് നമസ്തേ കേരളത്തിൽ അതിഥിയായി എത്തുന്നത്. പങ്കജയുടെയും ഒപ്പം ക്യാമൽ സഫാരിയുടെയും വിശേഷങ്ങളിലേക്ക് എത്താം. ആദ്യം പങ്കജ, നമസ്കാരം. നമസ്തേ കേരളത്തിലേക്ക് സ്വാഗതം. പങ്കജ, ആദ്യ ചിത്രം വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ്, തീർച്ചയായിട്ടും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കുമെന്നറിയാം. എന്തൊക്കെയാണ് ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ? ചിത്രത്തെക്കുറിച്ച് ഒരുപാട് നല്ല പ്രതീക്ഷകളാ. ബിക്കോസ് ഇതെല്ലാം കാണുന്ന മാതിരി ഒരു സെയിം മൂവി അല്ല. മൂവി ലൈൻ, സ്റ്റോറി ലൈൻ കുറച്ച് ഡിഫറെന്റ് ആണ്. പിന്നെ ഇതിൽ എംഫസൈസ് ചെയ്തിരിക്കുന്നത് ഒരു പെണ്ണ് എങ്ങനെ ഒരു ആണിനെ ഇഷ്ടമുണ്ടെങ്കിൽ മനസ്സിൽ വെക്കാതെ തുറന്നടിച്ച് പറഞ്ഞ് അത് സക്സസ്ഫുൾ ആവുക അല്ലെങ്കിൽ ഫെയിലിയർ ആവുക, അതിനെപ്പറ്റി അങ്ങനെയൊക്കെയാ. പങ്കജയുടെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയാമോ? മുഴുവനായിട്ട് പറയാൻ പറ്റില്ല, കാരണം ചിത്രം വ്യാഴാഴ്ച തിയേറ്ററുകളിൽ എത്താൻ പോകുന്നതേ ഉള്ളൂ. എന്താണ് പങ്കജയുടെ ക്യാരക്ടറിന്റെ പേര്? അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ പ്ലേ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിന്റെ പേര് ദിയ എന്നാണ്. ഈ കുട്ടി വളരെ ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി തൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു മാരേജ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് രാജസ്ഥാനിലേക്ക്. അവിടെ പോകുമ്പോൾ ഒരു രാജകുമാരനെ കാണുന്നതും പിന്നെ ആ കുട്ടിക്ക് മനസ്സിൽ വരുന്ന ഇഷ്ടമും ആ കുട്ടി അത് പ്രകടിപ്പിക്കും. പിന്നെ അങ്ങനെ ആ സ്റ്റോറി പോവും. അതാ എൻ്റെ ക്യാരക്ടർ. എങ്ങനെയായിരുന്നു പങ്കജ ക്യാമൽ സഫാരിയുടെ ഒരു ഭാഗമായി മാറുന്നത്? ജയരാജ് സാറിന് ഞാൻ ബാംഗ്ലൂരിൽ ഒരു ഈവെന്റിൽ വെച്ച് കാണുന്നതായിരുന്നു. പിന്നെ കണ്ടതിന് ശേഷം കുറച്ച് മാസങ്ങൾക്കകം തന്നെ സാർ ഇങ്ങനെ എനിക്കൊരു ഓഫർ തന്നു. എനിക്ക് ബേസിക്കലി പാട്ടിനോട് വളരെ താല്പര്യം. അപ്പോൾ ഞാൻ പാട്ടിനെ പറ്റിയാ പറഞ്ഞത്. പക്ഷെ എനിക്ക് കിട്ടിയ ഓഫർ മൂവി ആയിരുന്നു. സോ വൈ വുഡ് ഐ മിസ് എ ചാൻസ്? ഇറ്റ് വാസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ആദ്യ ചിത്രം തന്നെ ജയരാജിനെ പോലുള്ളൊരു സംവിധായകന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ ആദ്യ ചിത്രത്തിൽ തന്നെ സാധിച്ചു. എങ്ങനെയായിരുന്നു അദ്ദേഹത്തോടൊപ്പമുള്ള, അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ അഭിനയിച്ചപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സർ ഭയങ്കര കാമും ക്വൈറ്റുവാ ആൻഡ് നല്ലോണം പേഷ്യൻസ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ന്യൂ കമേഴ്സാണ്. ഇൻഫാക്ട് ഈ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും എന്നല്ല, ഇതിൽ ശേഖർ മേനോൻ, പിന്നെ ടിനി ടോം സർ, ബിനു ചേട്ടൻ, ഇവരും ഒക്കെ ഉണ്ട്. എങ്കിലും ഞങ്ങൾ ഈ കാസ്റ്റ് ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പ് മുഴുവനും ന്യൂ കമേഴ്സാണ്. അപ്പോൾ സർ നല്ല പേഷ്യൻസോടെ ഞങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞു തരും. ചീത്തയൊന്നും പറയാതെ, മിസ്റ്റേക്സ് ചെയ്താലും അതിനെ ഓവർ ഷാഡോ ചെയ്യണ മാതിരി നീറ്റാക്കിയൊക്കെ ചെയ്യുമായിരുന്നു. പങ്കജ, എനിക്കറിയാൻ കഴിഞ്ഞത് ഇതിന്റെ 99% ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത് രാജസ്ഥാനാണ്. പുഷ്കർ മേള, രാജസ്ഥാന്റെ ഭംഗി മുഴുവൻ ഈ ചിത്രം ഒപ്പിയെടുത്തിട്ടുണ്ട് എന്നറിയുന്നു. എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു ഡെസേർട്ട് ഏരിയ, എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു അനുഭവം?